വികസനം അവളിപ്പോൾ ഒന്നും നടത്തിയിട്ട് വലിയ കാര്യത്തിലൊന്നും നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഇനിയും വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അന്ന് ജയിച്ചിട്ടാണ് ആ വഴിക്ക് പോയതാണ്. ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു വികസനം ഇവിടെ ചെയ്തിട്ടില്ല. ആ ജയിച്ചിട്ട് പോയ ആ പാടാണ്. എന്തെങ്കിലും ചെയ്താലല്ലേ നമ്മൾ ചെയ്തു എന്ന് പറയുള്ളൂ. ഇപ്രാവശ്യം ജയിക്കില്ല, ഉറപ്പാണ്. ജയിക്കില്ല. അത് എന്തെങ്കിലും ചെയ്താലല്ലേ അതിനുള്ള ഗുണമുണ്ടാകുള്ളൂ. എന്ത് വികസനം നമ്മളൊന്നും കണ്ടിട്ടില്ല. അതിലൂടെ ഇതിൽ പോകുമ്പോൾ ഓട്ടോച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോണത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ എന്ത് കണ്ടിരിക്കണേ? എന്താ കണ്ടിരിക്കുന്നേ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കാണുന്നതല്ലേ നമ്മൾക്ക് പറയാൻ പറ്റൂ. എന്ത് വികസനം നടത്തിയിട്ടുണ്ട്? നിങ്ങൾ പറയൂ, എന്ത് വികസനം നടത്തിയിരിക്കണേ? പാട്ട് പാടി പറ്റിച്ചെന്ന് എന്തുവാ ചിരിക്കണേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. ഒട്ടും പോരാ, അത്രേ പറയാനുള്ളൂ. അവർക്ക് അവരുടെ ശമ്പളം പോലും തികയണില്ല. എത്ര ലക്ഷം രൂപ തികയില്ല എന്ന് പറഞ്ഞാൽ കടമായിട്ട് ഇപ്പോഴും നടക്കണം. പാവം. ഇനി ഇതിൽ തന്നെ തുടർന്ന് വീണ്ടും കടമല്ലേ ഉണ്ടാവാൻ പോണേ. ദയവ് ചെയ്ത് വീട്ടിലിരിക്കട്ടെ, പാട്ടും പാടി, ഇല്ലെങ്കിൽ വല്ല സ്റ്റേജ് ഷോ അവതരിപ്പിക്കട്ടെ. ഒരാള് ഈ 5 കൊല്ലം പോയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ വടക്കഞ്ചേരി പരിസരത്തേക്ക് ഒരു ഇതും ചെയ്തിട്ടില്ല. പിന്നെ ഇനി ജയിക്കുമെന്നുള്ളത് സംശയമാണ്. അതങ്ങനെ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 5 വർഷം പോയി ഇരുന്നതല്ലേ, എന്തെങ്കിലും ഇവിടെ ചെയ്യണ്ടേ? ചെയ്തിട്ടില്ല. പാട്ട് പാടും, അതിപ്പോൾ നമുക്കും പാടാലോ. ഇനിയിപ്പോൾ പാട്ടും പാടിയിട്ട് കോഴിക്കോട് തന്നെ പോകേണ്ടി വരും ആള്. അതങ്ങനെയാണ്. രമ്യ കാര്യമായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. എന്തോ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് വല്ല ലൈറ്റ് ഇട്ടിട്ടുണ്ട് 1-2 സ്ഥലത്ത്. അതന്നെ. ഈ വഴിക്ക് ഞങ്ങളുടെ വഴിക്ക് ഒരു കാര്യത്തിനും വന്നിട്ടില്ല ഈ പ്രദേശത്തേക്ക്. ഇപ്പോൾ ഈ ടൗണിൽ കൂടെ പോകുമ്പോൾ ആ കൈ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല. കാര്യമില്ല ഞങ്ങളുടെ നോക്കുമ്പോൾ. ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ഉപകാരമില്ലാത്തതില്ലാതെ നടക്കണം. ഇതുവരെ ഒരു കാര്യം ചെയ്യാൻ വന്നിട്ടില്ല. തിരിഞ്ഞു നോക്കാത്തത് പറഞ്ഞാൽ അവർ അവിടെ MP സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ പറയാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് പാട്ട് പാടി വന്ന് വോട്ട് പിടിച്ച് കഴിഞ്ഞ വർഷം ജനങ്ങൾ വോട്ട് വാങ്ങിയിട്ട് പോയി. സാധാരണ ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലും എല്ലാ ആൾക്കാർ പെണ്ണുങ്ങളും ഈ എന്താ പറയുക രമ്യ കാര്യത്തിനെ പ്രതി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പറയുന്നത്. മോശം പറഞ്ഞാൽ അതിനെ മോശം. പിന്നെ ഈ വന്നിട്ട് ഈ വഴിക്കൊന്നും ജനങ്ങളുടെ കൂടെ ഒരു പരിപാടിക്ക് വന്നിട്ടില്ല. ചെറിയൊരു മിനി ബാസ്കറ്റ് പോലും ഞങ്ങളുടെ ഭാഗത്ത് വെച്ചിട്ടില്ല. പക്ഷേ ഒരു യഥാർത്ഥ MP പോലെ നമ്മുടെ വാഗ്ദാനങ്ങൾ ചെയ്യാനോ എതിർക്കാനോ കേന്ദ്രത്തിൽ അതിൻ്റെ ഇത് പ്രകടിപ്പിക്കാനോ ഒന്നും കോൺഗ്രസിൻ്റെ മിക്കവാറും MP മാർ ശ്രമിച്ചിട്ടില്ല. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഹരിദാസ് പറയുകയാണെങ്കിൽ ഒരു ഉപകാരവുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജയിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ജയിച്ച സമയത്ത് വന്നു. നേതാക്കന്മാരെങ്ങനെയാണോ ആ സമയത്ത് വലിയ പാട്ടും കൂത്തൊക്കെ ആയിരുന്നു. പിന്നെ എന്താണ് നേതാക്കന്മാർ? ആ ഭാഗത്തൊന്ന് വീടുകളൊന്ന് വന്ന് നോക്കുക. ആ കറ്റോട് ഭാഗത്ത് നല്ല ഭൂരിപക്ഷത്തോട് ജയിപ്പിച്ചെന്ന് ഒരു കാര്യമില്ല. അതന്നെ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. നേതാക്കന്മാർ ജയിച്ചു പോയി കഴിഞ്ഞാൽ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഒരു കാര്യം ഇപ്പോൾ നടത്തിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ മറ്റേ വോട്ട് ചെയ്തു, പാട്ടും പാടി വോട്ട് ചെയ്തു എല്ലാവരും. അത് പോയി. അതിന് ശേഷം എനിക്ക് വഴിക്ക് വന്ന് ആരോടും കൂടി സംസാരിക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനോ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ മിക്കവാറും യാഥാർത്ഥ്യം തന്നെ ജയിക്കുക സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് അനുഭവത്തിൻ്റെ പേരിൽ പറയുന്നു. ഇവിടെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒന്നും ചെയ്തില്ല. ഒരു വികസനവും ചെയ്തില്ല. പക്ഷെ അവരെ പോലുള്ളൊരു പ്രവർത്തനം കുറവാണ്. CPM പോലെയുള്ള പ്രവർത്തനം അവരെ എല്ലാ മുക്കിനും മൂലയ്ക്കും കുടുംബമായിട്ടും മറ്റേ ഇത് മൊത്തത്തിൽ കൂട്ടായ്മയോടുകൂടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവരത് പോരാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ചാൻസ് കുറവാണ്. കാരണം ഇവിടെ വികസനത്തിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ പോലെയുള്ള ഇതൊന്നും ഇല്ല. പഴയ പോലെയുള്ളത് പറഞ്ഞാൽ പ്രകടനമായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. വികസനത്തിൻ്റെ ഇതൊന്നും ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ ആലത്തൂർ മണ്ഡലത്തിൽ നേരത്തെ വന്ന് പോയി എന്നല്ലാണ്ട് ഇവിടെ ആലത്തൂർ മണ്ഡലത്തിന് അധികം കണ്ടിട്ടില്ല.
നേരത്തെയൊക്കെ പാട്ടും പാടി നല്ല ഇതിൽ ജയിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തിന് സാധ്യത കുറവാണ്. രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് സാധ്യത കൂടുതൽ ഇവിടെ രാധാകൃഷ്ണനാണ്. അല്ല, നമ്മുടെ ആ ഭാഗത്തേക്കൊന്നും ഇല്ല. വികസനം കുറവാണ്, നമ്മുടെ ആ ഭാഗത്തേക്ക് കുറവാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അത്രയ്ക്കൊരു അഭിപ്രായം ഇത്തിരി കുറവാണ് മൊത്തത്തിൽ. അല്ല, ഇവിടെ വികസനം പ്രത്യേകിച്ചൊന്നും പറഞ്ഞു പുള്ളിയിലെ കെയർ ഓഫിലൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഇതിൽ ഒരു ഇരുതട്ടില്ല നിൽക്കണത് ഇപ്പോൾ. പ്രവർത്തനമൊക്കെ മോശമാണ്. ഇപ്രാവശ്യം രാധാകൃഷ്ണ സാറിന് മൊത്തത്തിൽ മോശമാണ്. പുതിയ CPM-ൻ്റെ കോട്ടയാണ് അത്. പ്രവർത്തനങ്ങൾ, പുതിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നിങ്ങൾക്ക് നാടുകളിലെ വികസനം കണ്ട അറിയില്ലേ? മോശമാണ്.